ना जाना तेरी नजरों का दिल पे हुआ है असर तू मेरा महबूब है जाना तेरी उल्फत में जीता ഒട്ടുമിക്ക ഒരു ആൾക്കാരുടെ ഒരു വിചാരമുണ്ട്. ഈ സ്വിഗ്ഗി സൊമാറ്റോ ഓടാൻ നടക്കുന്ന പയ്യന്മാരെല്ലാം മറ്റേ കഞ്ഞി പിടിക്കാൻ പോലില്ലാത്തതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഒരു വിചാരമുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊരു ട്രൂത്ത് ആൻഡ് ഫാക്ട് ഞാൻ പറഞ്ഞുതരാം. 18 വയസ്സ് മോസ്റ്റ് ഓഫ് ദ പയ്യന്മാർക്ക് ഒരു 18 വയസ്സ് കഴിഞ്ഞാൽ വീട്ടിൽ പൈസയ്ക്ക് വേണ്ടി ചോദിക്കുന്നത് അത് അവർക്ക് ഇരക്കുന്നതിന് തുല്യമാണ്. ഇപ്പോഴും പല സ്ഥലത്തും അങ്ങനെയാണ്. ഒട്ടുമിക്ക ബോയ്സും ഡിപ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഒരു 18 വയസ്സ് ലൈസൻസ് എന്ന സാധനം കൈ കിട്ടുമ്പോൾ വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള ജോലിക്കും എന്തിന് നെറ്റ് റീചാർജ് കറക്കം ഗേൾഫ്രണ്ട് ഉണ്ടെങ്കിൽ അവരോട് കറങ്ങാൻ ഫുഡ് കഴിക്കും അങ്ങനെയായിരുന്നു. അപ്പൊ അതിനെക്കായിട്ടാണ് വീട്ടുകാർ മുമ്പ് പൈസയ്ക്ക് വേണ്ടി ഇറക്കാൻ താല്പര്യമില്ലാത്ത പിള്ളേർ ഇറങ്ങും. അപ്പോ ഇത് കാണുന്ന ചില അമ്മാവന്മാര് അമ്മായിമാര് അമ്മമാര് പറയും അവന് തിന്നാനും പിടിക്കാനും ഇല്ലാത്ത വീട്ടിൽ അവർക്ക് ബാരം തൂക്കി ഇറങ്ങുന്നത് അതുകൊണ്ടാണ്. അവന്റെ കൂടെ പോയി കഴിഞ്ഞാൽ ജീവിതം തെളിയും, അല്ലെങ്കിൽ അവരുടെ ഇതായി കഴിഞ്ഞാൽ മനസ്സിലാക്കുക തിന്നാനും പിടിക്കാനും ഇല്ലാത്തതുകൊണ്ടല്ല ഒട്ടുമിക്ക പയ്യന്മാരും ഇറങ്ങുന്നത്. ഒന്ന് അവർക്ക് ഒരു സ്ഥിര വരുമാനമുള്ള നല്ലൊരു ജോലി അവരാഗ്രഹിക്കുന്ന ഒരു ലെവലിൽ എത്തുന്നത് വരെ അവർക്ക് അവരുടെ കാര്യം സ്വന്തമായിട്ട് നോക്കാൻ വേണ്ടി ഉള്ളൊരു മാർഗം അതാണ്. സ്വിഗ്ഗി സൊമാറ്റോ ബ്ലിങ്കിറ്റ് ഇൻസ്റ്റാമാർട്ട് പോലുള്ള ഈ സാധനങ്ങൾ വർക്ക് ചെയ്യുന്ന എന്തുകൊണ്ട് ടീനേജ് ബോയ്സ് ഒരുപാട് വർക്ക് ചെയ്യുന്നത്? നമുക്ക് കിട്ടുന്ന വേജസ് അത് ഭയങ്കര കുറവാണ് ഉള്ളതാണ്. പക്ഷേ എന്തുകൊണ്ട് അവർ അതിൽ കടിച്ചു നിൽക്കുന്നു വെച്ചാൽ കിട്ടുന്ന ഒരു ഫ്രീഡം ഉണ്ട്. നമ്മൾ മണ്ടയ്ക്ക് ഇരുന്ന് തൊഴിക്കാൻ ഒരു മീഡിയം മണി കാണത്തില്ല. അത് തന്നെയാണ് ഒരു ഫ്രീഡം. നമ്മൾ എത്ര ടൈം വർക്ക് ചെയ്യുന്നു, നമ്മൾ എത്ര ഓർഡർ എടുക്കുന്നു, എത്ര ഓർഡർ ഡെലിവറി ചെയ്യുന്നു, അതനുസരിച്ച് നമ്മൾ പൈസ കിട്ടും. നമുക്ക് തോന്നുമ്പോൾ കളയാം, തോന്നുമ്പോൾ വാങ്ങി ഓടാം. ഇതൊക്കെയാണ് ഫിനാൻഷ്യൽ ഒരു വർക്കിംഗ് ഫ്രീഡം എന്ന് പറയുന്നത്. നമ്മൾ സ്വിഗ്ഗി ഓടുന്നുണ്ട്, സൊമാറ്റോ ഓടുന്നുണ്ട്, നമ്മൾ ഡെലിവറി ഇതായിട്ട് ഓടുന്നുണ്ട്. എന്ത് വീട്ടിൽ തിന്നാൻ കിട്ടാനായിട്ടൊന്നുമില്ല. വീട്ടുകാരാകുമ്പോൾ ഇറക്കുന്ന ഒരു നാണക്കേടായിട്ട് തോന്നിട്ട് 22 വയസ്സായി. അപ്പൊ ആ ഒരു എന്തിന് ഇറക്കണം, എന്തിന് നമ്മൾ അവരെ വീട്ടുകാരെ നമ്മളൊരു ബാധ്യത ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളൊരു തോന്നലോട് നമ്മൾ ഇറങ്ങുന്നത്. അപ്പൊ ചില ആൾക്കാർ നമ്മളെ വിലയിട്ട് എഴുതും തിന്നാൻ കുടിക്കാനില്ലാത്ത വീട്ടിലാണെന്ന്. ചില അമ്മായിമ്മമാര് മക്കളെ പറയും അവന്റെ കൂടെ പോയാൽ തലയും അവന് ഇതുവരെ ജോലിയും വരുന്നതായിട്ടില്ല, അങ്ങനെയാണ്. അതുകൊണ്ട് അവനെ പ്രേമിക്കേണ്ട കൗണ്ടിനൊക്കെ തലയിലൊക്കെ ഓതി കൊടുക്കും. ആൻഡ് ഇതുകൊണ്ട് കുടുംബം നോക്കുന്ന ആൾക്കാരൊന്നും ഇല്ല. എല്ലാവരും ഇങ്ങനെ ഈ ഒരു പാർട്ട് ടൈമോ പോലെ ടീനേജ് ബോയ്സ് നിൽക്കുന്നതാണ് കാണുന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ഇതുകൊണ്ട് കുടുംബ കാര്യങ്ങൾ നോക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ടെക്നോ പാർക്കിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ജോലി നഷ്ടമായി താൽക്കാലികമായി ജോലി നോക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇത് തന്നെ വരുമാന മാർഗമായിട്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് വലിയ ആൾക്കാരുണ്ട്. ബട്ട് നമ്മളൊരു ടീനേജ് ബോയ്സിന്റെ അടുത്തുള്ള ഒരു കഷ്ടപ്പാടുള്ള വീട്ടിലെ പയ്യന്മാർ ഇറങ്ങാറുണ്ട്. ബട്ട് നമ്മൾ ഈ ഒരു ജോലി ചെയ്യുന്നു എന്ന് കരുതി ഒരു പയ്യന്മാരും ഒരു വ്യക്തികളെ നമ്മൾ അയ്യോ തിന്നാൻ കുടിക്കാനില്ലാത്ത വീട്ടിലാണേ എന്നുള്ളൊരു മെന്റാലിറ്റി ഒന്നും ആരും വെക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയൊന്നുള്ള ആൾക്കാരായിരിക്കത്തില്ല. കാരണം ഓർഡർ കൊണ്ടുവന്ന ചിലപ്പം ഒരു സ്കൂട്ടിയിലോ ഒരു സ്പ്ലെൻഡറിലോ ഓർഡർ കൊണ്ടുവന്ന് തരുന്നവന് നീ നിന്റെ ഒരു OnePlus 350 രൂപ ഗൂഗിൾ പേ ചെയ്യുമ്പോൾ അത് റിസീവ് ആവുന്നത് അവന്റെ iPhone Pro Maxലോ iPhone Proയിലോ ഒക്കെ ആയിരിക്കും. ആരുടെ മുമ്പ് സ്വന്തം വീട്ടുകാരുടെ മുമ്പ് പോലും കഴിഞ്ഞിട്ടാൻ താല്പര്യമില്ലാത്ത ഒരു കൂട്ടം പയ്യന്മാർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അവരെയൊക്കെ നമ്മളെ മറ്റേ ഡോൺ ജഡ്ജ് ബുക്ക് ബൈറ്റ്സ് എന്ന് പറയില്ല, അതേപോലെ ജഡ്ജ് ചെയ്യാൻ വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടായിരിക്കും, പഠിക്കാനുള്ള സമയത്ത് പഠിക്കാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ തിന്നാൻ പിടിക്കാൻ വീട്ടിൽ നിന്ന് കിട്ടാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ വകയില്ലാത്ത വീട്ടിലാണെന്ന് വിചാരിച്ച് ജഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ നീക്കാണ് നടക്കുന്നത്. അവന്മാരെന്തെങ്കിലും ഡ്രീമോ കാര്യങ്ങളോ സ്റ്റാർട്ടപ്പോ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാനായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഈ ഒരു സാധനത്തിനൊക്കെ വേണ്ടിയൊക്കെ ആയിരിക്കും ഇതിനകത്ത് തുടങ്ങുന്നത്. അത് അറിയാതെ ഇരുന്ന് ജഡ്ജ് ചെയ്യുന്ന നീയൊക്കെയാണ് കുന്നകൾ. എല്ലാവരെയും അല്ല, ചില അമ്മാവന്മാരെയും അമ്മായിമാരെയും അമ്മമാരെയും